സ്മൈൽ ഡിസൈനെ കുറിച്ച് പറയുമ്പം എല്ലാവരുടെയും ചിന്ത അത് പല്ലിനെ കുറിച്ചാണ് എന്നുള്ളതാണ്. ബട്ട് ആർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യം എന്താ വെച്ചാൽ സ്മൈൽ ഡിസൈൻ ഈസ് ഓൾ അബൌട്ട് ദ ഫേസ്. ദിസ് ഈസ് ഓൾ അബൌട്ട് സ്മൈൽ ഡിസൈൻ പാർട്ട് 6. ഞാൻ നേരത്തെ പറഞ്ഞു സ്മൈൽ ഡിസൈനിൽ നമ്മുടെ ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. സ്മൈൽ ഡിസൈനിന്റെ ഡയഗ്നോസിന്റെ ഫസ്റ്റ് പാർട്ട് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷനിലെ ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്നത് ഫേഷ്യൽ അനാലിസിസ് ആണ്. അതായത് ഫേസിന്റെ ഫീച്ചേഴ്സിനെ അനലൈസ് ചെയ്യാനുള്ളത്. ഹൗ ഗുഡ് ദേ ആർ പ്രോപ്പർലി ഫോംഡ്, ഹൗ ഗുഡ് ദി ഫീച്ചേഴ്സ് ആർ എന്നൊക്കെ ഉള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യുന്നത്. അതിൽ കണ്ണിന്റെ പൊസിഷൻ എങ്ങനെ, നോസിന്റെ ഷേപ്പ് എങ്ങനെ, ചിൻ, ചീക്ക് അല്ലെങ്കിൽ നമ്മുടെ സൈഗോമാറ്റിക് ആർച്ച് ഇതിന്റെയൊക്കെ പൊസിഷൻ എങ്ങനെയാണ്, ഫേസിന്റെ സിമെട്രി എങ്ങനെയുണ്ട്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ സ്മൈൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. അങ്ങനെ സ്മൈൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഇത്രയും ഫാക്ടേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പല്ലിന്റെ ഷേപ്പ് എങ്ങനെ വരണം, ആ പല്ലിന്റെ പ്രൊഫൈൽ എങ്ങനെ വരണം, ആ പല്ലിന്റെ അനാറ്റമി, ആ പല്ലിന്റെ കോണ്ടൂർ, ഇതെല്ലാം എങ്ങനെ വരണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞ ഫേഷ്യൽ അനാലിസിസിൽ വരുന്ന കാര്യങ്ങൾ. സോ സ്മൈൽ ഡിസൈൻ എന്ന് പറയുന്നത് പല്ല് മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഫേസ്. പലരുടെയും ചിന്ത എന്താ വെച്ചാൽ നമ്മൾ സ്മൈല് കറക്റ്റ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ശരിയാവും എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്മൈൽ ഡിസൈനിന്റെ കൂടെ ഓവറോൾ ഇംപ്രൂവ്മെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫൈൽ ബാലൻസിങ് കൂടെ ആവശ്യമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺഡ്.